ശാരീരികവും ലൈംഗികവും വൈകാരികവും സാമ്പത്തികവുമായ ദുരുപയോഗവും ഉപദ്രവിക്കുകയോ ജീവൻ സുരക്ഷ ആരോഗ്യം ക്ഷേമം എന്നിവയ്ക്ക് ഭീഷണിയാവുകയോ അതുമൂലം ഇരയ്ക്ക് ശാരീരികമായോ മാനസികമായോ ഭീഷണി നേരിടേണ്ടി വരുന്ന അവസ്ഥ അതാണ് ഗാർഹിക പീഡനം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനങ്ങൾ സ്ത്രീകൾക്കായുള്ള ഗാർഹിക പീഡന സംരക്ഷണ നിയമം 2005 11 വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആർക്കെല്ലാം എതിരെ പരാതിപ്പെടാം. പീഡനത്തിനിരയായ സ്ത്രീയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും മുതിർന്ന പുരുഷൻ അല്ലെങ്കിൽ അയാളുടെ ബന്ധു, അതൊരു സ്ത്രീയുമാകാം. ഉദാഹരണത്തിന് ഭർത്താവ് അല്ലെങ്കിൽ പുരുഷ പങ്കാളി അല്ലെങ്കിൽ അമ്മായിയമ്മ. ആരോടാണ് പരാതിപ്പെടേണ്ടത്? പ്രൊട്ടക്ഷൻ ഓഫീസർ, പോലീസ് ഉദ്യോഗസ്ഥൻ, സേവനദാതാവ്, ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്. ഇനി എങ്ങനെ പരാതിപ്പെടാമെന്ന് നോക്കാം. പ്രൊട്ടക്ഷൻ ഓഫീസർ അല്ലെങ്കിൽ സേവനദാതാക്കളോട് ടെലിഫോണിലൂടെ പരാതിപ്പെടാം. പ്രൊട്ടക്ഷൻ ഓഫീസർ, പോലീസ് ഓഫീസർ, സർവീസ് പ്രൊവൈഡർ, മജിസ്ട്രേറ്റ് എന്നിവർക്ക് പരാതി എഴുതി നൽകാവുന്നതാണ്. നിങ്ങൾക്ക് എപ്പോഴൊക്കെ പരാതിപ്പെടാം? ഗാർഹിക പീഡനം ഉണ്ടായെങ്കിൽ, ഗാർഹിക പീഡനം തുടരുന്നെങ്കിൽ, ഗാർഹിക പീഡനം നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, പീഡനം അല്ലെങ്കിൽ അക്രമം സംബന്ധിച്ച അറിവുള്ള ആർക്കും പരാതി നൽകാം. ഒരു സ്ത്രീക്ക് മാത്രമേ ഈ നിയമം അനുസരിച്ച് ഗാർഹിക പീഡന പരാതി ഫയൽ ചെയ്യാൻ കഴിയൂ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.